നമുക്ക് അതിന്റെ CCTV ഫുട്ടേജ് നോക്കി നോക്കാം. പോലീസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഏരിയ കളക്ട് ചെയ്ത CCTV ഫുട്ടേജ് ആണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം. അതിന്റെ ബാക്കിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം നിങ്ങൾക്ക്. ഞാനപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കൊല്ലാനുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നേരെ വന്ന ആ വണ്ടി വരുമ്പോൾ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നാലെ പോയിട്ട് വേണമെങ്കിൽ അവരെ അവിടെ ഇടിച്ചണ്ട് കയറ്റാണ്. അപ്പൊ നമ്മുടെ യൂട്യൂബർ മണവാളൻ ആശാൻ ജയിലിൽ നിന്ന് ഇറങ്ങി. സുഹൃത്തുക്കളെ, ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പുതിയ വീഡിയോയും ചെയ്തു. താൻ ജയിലിലാവാൻ കാരണമായ ദിവസം ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് മണവാളൻ വിശദമായി വിവരിക്കുന്നുണ്ട്. സംഭവം നടന്ന ദിവസത്തെ CCTV ഫുട്ടേജ് അടക്കം എല്ലാ തെളിവുകളും കയ്യിൽ വെച്ചിട്ടാണ് ആശാൻ സംസാരിക്കുന്നത്. മണവാളൻ എങ്ങനെയാണ് ജയിലിലായെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഏകദേശം 1 വർഷം മുമ്പ് കേരള വർമ്മ കോളേജിന്റെ പരിസരത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. മണവാളനും സുഹൃത്തുക്കളും ചേർന്ന് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന 2 പേരെ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കേസ്. ഈ ബൈക്കിൽ യാത്ര ചെയ്തവരും മണവാളനും സുഹൃത്തുക്കളും തമ്മിൽ എന്തോ വാക്ക് തർക്കമോ മറ്റോ ഉണ്ടാവുകയും ശേഷം മറ്റവർ ബൈക്ക് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മണവാളനും സുഹൃത്തുക്കളും കാറിൽ പിന്തുടർന്നു ഇവരുടെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സംഭവം നടന്ന ആദ്യം ഇരു കൂട്ടരും കോംപ്രമൈസ് ചെയ്ത് ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ അത് നടക്കാതെ വന്നതോടെ പോലീസിൽ ഈ യാത്ര ചെയ്തവർ കംപ്ലൈന്റ് കൊടുക്കുകയായിരുന്നു. സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ കംപ്ലൈന്റ് കൊടുക്കുന്നത്. പോലീസ് FIR ഇട്ടു. FIRൽ മണവാളന്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. സഞ്ജയ് എന്ന് പറയുന്ന ഒരാളായിരുന്നു 1ാം പ്രതിയായി ചേർത്തിരുന്നത്. പിന്നെ കണ്ടാൽ അറിയാവുന്ന 9 പേരെയും പ്രതി പട്ടികയിൽ ചേർത്തിരുന്നു. ഈ 9 പേരിൽ ഒരാളാണ് മണവാളൻ. ഈ FIR ഇട്ടതിന് ശേഷം മണവാളനോട് ഒരുപാട് തവണ പോലീസുകാർ സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിരുന്നു. പക്ഷെ മണവാളൻ പോയില്ല. അങ്ങനെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ പുറത്തു വിട്ട് ഒടുവിൽ മണവാളനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും കാണാപ്പാടമായിരിക്കും. ആ തരത്തിൽ മീഡിയ അതിനെ ആഘോഷിച്ചിരുന്നു. മണവാളനെ കോടതി റിമാൻഡിൽ വിട്ടതും സബ് ജയിലിൽ വെച്ച് പോലീസുകാർ മണവാളന്റെ മുടി മുറിച്ചതും ഉപ്പാന്റെയും ഉമ്മാന്റെയും പ്രതികരണവും എല്ലാം വലിയ രീതിയിൽ വൈറലായിരുന്നല്ലോ. എന്തായാലും എല്ലാം കഴിഞ്ഞ ഒടുവിൽ മണവാളൻ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു സ്വന്തം വേഴ്സിനെ ഇറക്കേണ്ടത് നിർബന്ധമാണല്ലോ. അങ്ങനെയാണ് ഇന്നലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ആശാൻ രംഗത്ത് വരുന്നത്. നമ്മൾ എന്തായാലും മണവാളനെ പറയാനുള്ള എന്താ കൂടി ഒന്ന് കേട്ടോക്കാം. മണവാളനാണ് അല്ലെങ്കിൽ ഞാൻ മണവാളൻ. ഇപ്പോൾ ഗൈസ്, ഞാനൊരു ഫേക്ക് കൗണ്ടർ കേസിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കുറ്റവാളിയല്ല, കുറ്റം ആരോപിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. കുറ്റവാളിയാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറിയല്ല, അതിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും കോടതിയൊക്കെ. എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചിട്ട് എനിക്ക് നിരപരാധിയെന്ന് തെളിയിക്കുക എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇന്നേ വരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാനും. അതെയോ, ഞങ്ങളും അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാനും മോനെ. നീ ഒരു മാനസിക രോഗിയും മയക്കുമരുന്ന് അടിമയുമാണെന്നൊക്കെയാണ് ഇവിടുത്തെ മീഡിയം പോലീസൊക്കെ അടിച്ചിറക്കിയിട്ടുള്ളത്. അതൊക്കെ തെറ്റാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് നിന്റെയും കൂടെ ആവശ്യമാണല്ലോ. ഇപ്പൊ നീ നിരപരാധിയാണെങ്കിലും നിന്നെ പോലീസ് പിടിച്ച വാർത്തയുടെ മൈലേജിന് 10 രൂപ പോലും നീ നിരപരാധിയാണെന്നുള്ള വാർത്തക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും ആളുകൾ അറിയിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട്. വേറെ വഴിയില്ല. എന്തായാലും പോലീസുകാർ മുടി വെട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വൃത്തിക്കാണ് വെട്ടിയതെന്ന് വിചാരിച്ചില്ല. ഇപ്പോഴാണ് ശരിക്കും നീ ഒരു മണവാളനായത്. എന്തായാലും ബാക്കി കേട്ടോക്കാം. സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം 19/4/2024, അതായത് തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് ഈ കേരളവർമ്മ കോളേജൊക്കെ മുടക്കാണ്, ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നു. അവിടെ 2-3 വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ കോളേജിന്റെ ബാക്കിൽ കുറെ കോമ്പൗണ്ട് ഉണ്ടാവല്ലോ, അതിൽ വിദ്യാർത്ഥികളല്ല, പൂർവ്വ വിദ്യാർത്ഥികൾ, വർഷം മുന്നേ പഠിച്ചു പോയവരാണ്, ഇപ്പം നിലവിൽ പഠിക്കുന്നവരല്ല. അവർ കോളേജിലേക്ക് വന്ന് കയറിയിട്ട് അവിടെ കോളേജിന്റെ കോമ്പൗണ്ടിൽ ഇരുന്നിട്ട് എന്തോ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ വേറെ FIRന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സംഭവം ഡീറ്റെയിൽസ് ഇത് വായിച്ച് ഞാൻ കൂടുതൽ കേൾപ്പിച്ച് തരാം, PDF ആയിട്ട് സൈഡിൽ ഇടാം. അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണെന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. അവർ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു, വേറെ കലാപരിപാടികൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് തന്നെ ഒരു പാടമുണ്ട്. ആ പാടത്തിന് തൊട്ട് ഒരു തുക്കുമാരക്കുടം കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ കളിക്കുന്നത് ഈ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കേരളവർമ്മ കോളേജിന് തൊട്ടുള്ള ഈ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ ഈ കുറച്ച് ഒരു 10-15 പിള്ളേർ കൂടി ചേർന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഇവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ, മുന്നേ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വന്നത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഈ സംഭവ സ്ഥലത്ത് ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലോ ഞാനില്ല. ഈ സംഭവ സ്ഥലത്തേ ഞാനില്ല. ഓക്കെ, അപ്പൊ സംഭവ സ്ഥലത്ത് എവിടെയും താൻ ഉണ്ടായിരുന്നില്ല എന്നാണ് മണവാളൻ പറയുന്നത് അല്ലേ? അത് സത്യമാണെങ്കിൽ തെളിയിക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അന്നത്തെ മണവാളിന്റെ ടവർ ലൊക്കേഷൻ മാത്രം നോക്കിയാൽ മതിയാവും. കേരളവർമ്മ കോളേജിൽ വെച്ചാണ് പ്രശ്നം തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് മണവാളൻ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ടവർ ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാവില്ലോ. അങ്ങനെ മണവാളൻ എവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നീട് കൂട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് മണവാളൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നതായിരിക്കണം. അതാണ് പിന്നെ മണവാളൻ ഈ കേസുമായി ബന്ധം ഉണ്ടാവാനുള്ള മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രശ്നം ഉണ്ടായവരിൽ ആരുമായും തനിക്ക് നേരിട്ട് പരിചയമേ ഇല്ല എന്നാണ് മണവാളൻ പറയുന്നത്. മണവാളന്റെ വാക്കുകൾ കേട്ടോക്കാം. ഇവിടെ എന്നിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥികളും ഈ പാടത്തുണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് ഇവർ സംഘർഷം ഉണ്ടാവുകയും അവരെ
ഈ പാടത്തുണ്ടായിരുന്ന ഒരു സഞ്ജയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. സഞ്ജയുടെ FIS, അതായത് മൊഴിയിൽ നിന്ന് വ്യക്തമാണ് അവർ മദ്യപിച്ചിരുന്നിരുന്ന കുപ്പിയിലെടുത്ത് നമ്മൾ FIS ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 കേസിൻ്റെ FIS എടുത്തിട്ടുണ്ട്, FIR എടുത്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ തലക്കടിച്ചിട്ട്, അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം, തലക്കടിച്ചിട്ട് പരിക്കേൽപ്പിച്ച് തലക്ക് പല ഭാഗങ്ങളിലായിട്ട് സ്റ്റിച്ചിട്ടുണ്ട്. അവർക്ക് എതിരെയുള്ള ഈ FIR ആണിത്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നില്ലേ, ഇപ്പോൾ പഠിക്കുന്നവരല്ല, പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന വ്യക്തികൾക്ക് എതിരെയുള്ള FIR ആണ്. സഞ്ജയ് എന്ന വ്യക്തിയെ മനസ്സിലായല്ലോ അല്ലേ? മണവാളനും കൂടി പ്രതിയായ കേസിൽ 1ാം പ്രതിയാണ് ഈ സഞ്ജയ്. ഈ ബൈക്കിൽ നിന്ന് വീണ 2 പേര് കൊടുത്ത കേസിൽ സഞ്ജയുടെ പേര് മാത്രമേ FIR-ൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ സഞ്ജയുടെ തലയ്ക്ക് ബിയർ ബോട്ടിൽ കൊണ്ട് അടിച്ചു രക്ഷപ്പെടുന്നതിനിടയിലാണ് ഇവർ ബൈക്കിൽ നിന്ന് വീണത് എന്നാണ് മണവാളൻ പറയുന്നത്. മണവാളന്റെ പെങ്ങളും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ അത് റിയാക്ട് ചെയ്തതാണ്. മണവാളന്റെ പെങ്ങൾ പറയുന്നതിനൊക്കെ തെളിവുണ്ടോ എന്ന് നമ്മൾ അന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കടിച്ചൊരു കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പോലീസ് കംപ്ലൈന്റ് ആവുകയും FIR ചെയ്യേണ്ടതാണല്ലോ. ആ ഒരു സംശയമാണ് നമ്മൾ പ്രകടിപ്പിച്ചിരുന്നത്. അതിനുള്ള ഉത്തരമാണ് ഇപ്പൊ കിട്ടിയത്. ഈ ബൈക്കിൽ നിന്ന് വീണ യുവാക്കൾക്കെതിരെയും വധശ്രമത്തിന് കേസ് എടുത്തിട്ടുണ്ട് എന്നർത്ഥം. മേ ബി താങ്കൾക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ അതിനെതിരെ സഞ്ജയും കൂട്ടരും കൗണ്ടർ കേസ് കൊടുത്തതാവാനും സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ സഞ്ജയ് അടിച്ചതിന് ശേഷം ഈ യുവാക്കൾ 2 ബൈക്കുകളായി രക്ഷപ്പെടുകയായിരുന്നു പോലും. അങ്ങനെ ചോരയൊലിക്കുന്ന മുഖവുമായി സഞ്ജയും കൂട്ടുകാരും ഈ യുവാക്കളെ ചേസ് ചെയ്തുകൊണ്ട് പിറകെ കൂടി. ആ ചേസിങ്ങിനിടെയാണ് ആ യുവാക്കളുടെ ബൈക്കിന്റെ നിയന്ത്രണം തെറ്റി താഴെ മറിഞ്ഞു വീഴുന്നത് എന്നാണ് മണവാളം പറയുന്നത്. കൃത്യമായി തന്റെ കാറിന് മുന്നിൽ തന്നെ ഇവർ വന്ന് വീഴുകയായിരുന്നു എന്നാണ് മണവാളം പറയുന്നത്. വെറുതെ പറയുക മാത്രമല്ല, സംഭവത്തിന്റെ CCTV ഫുട്ടേജ് അടക്കം തെളിവായി കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. മദ്യപിച്ചിട്ട് ഇവര് ബൈക്കുമേ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ. അപ്പൊ എൻ്റെ വണ്ടിയുടെ മുന്നിൽ എൻ്റെ വണ്ടിയുടെ മുന്നിൽ വീണു. അപ്പൊ തന്നെ ഞാൻ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. പിന്നീന്ന് ഒരു സംഘം വന്നിട്ട് ചോരലെ കുളിച്ചിട്ട് സംഘം ബൈക്കിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാൻ സംഭവം മനസ്സിലാവില്ല. ഞാൻ ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസമാവില്ല. നമുക്ക് അതിൻ്റെ CCTV ഫുട്ടേജ് നോക്കി നോക്കാം. ഇപ്പോൾ ഈ പ്ലാൻ ചെയ്യാൻ പോണ CCTV ഫുട്ടേജ് അവിടെ പോലീസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഏരിയ കളക്ട് ചെയ്ത CCTV ഫുട്ടേജാണ്. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം. അതിൻ്റെ ബാക്കിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം നിങ്ങൾക്ക്. ഞാനപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കൊല്ലാനുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നേരെ വന്ന് ആ വണ്ടി വരുമ്പോൾ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നാലെ പോയിട്ട് വേണമെങ്കിൽ അവരെ അവിടെ ഇടിച്ചണ്ട് കയറ്റിയാണ് വേണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മണവാളം പറയുന്നത്. ഞാൻ ആ CCTV ഫുട്ടേജ് ഒരുപാട് തവണ ഇരുന്ന് കണ്ടുനോക്കി. അത്ര ക്ലിയർ അല്ലാത്തൊരു ഫുട്ടേജ് ആയതുകൊണ്ട് തന്നെ അത്ര വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബൈക്ക് വന്ന് വീഴുന്നുണ്ട്, മണവാളന്റെ കാറ് പിറകിൽ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. ഇത്രയുമാണ് ഈ CCTV ഫുട്ടേജിലുള്ളത്. ഈ ഫുട്ടേജ് മാത്രം വെച്ച് മണവാളൻ ഇവർ ഇടിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം അവർ ഇടിച്ചതിന് ശേഷമാണ് മണവാളൻ സഡൻ ബ്രേക്ക് ഇട്ടതെങ്കിലോ അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ടല്ലോ. ഇവിടെ ഇടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഈ CCTV ഫുട്ടേജിൽ വ്യക്തമല്ല. അത് തെളിയിക്കണമെങ്കിൽ ഒന്നുകിൽ വേറെ CCTV ഫുട്ടേജ് കിട്ടേണ്ടി വരും. മണവാളൻ ഈ ബൈക്കിനെ ചേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കണമെങ്കിൽ ഈ ബൈക്ക് വീഴുന്നതിന് മുമ്പുള്ള CCTV ഫുട്ടേജ് കിട്ടേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ മണവാളന്റെ വണ്ടിക്ക് അന്ന് എന്തെങ്കിലും പരിക്കുണ്ടായിരുന്നോ, വർക്ക്ഷോപ്പിൽ കാണിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാറ് ബൈക്കിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും കാറിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടാവല്ലോ. അല്ലെങ്കിൽ പിന്നെ ബൈക്കിന് സംഭവിച്ച കേടുപാടുകൾ നോക്കി കാര്യങ്ങൾ വിലയിരുത്തേണ്ടി വരും. ബൈക്കിന് പിറകിൽ കാർ ഇടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബൈക്കിന് പിറകിൽ കേടുപാടുകൾ സംഭവിക്കാനാണല്ലോ സാധ്യത. പക്ഷേ ഈ ബൈക്കിന് പിറകു വശത്തെ നമ്പർ പ്ലേറ്റ് ഒന്ന് ചതഞ്ഞതൊഴിച്ചാൽ ബാക്കി കേടുപാടുകളെല്ലാം സംഭവിച്ചിട്ടുള്ളത് ബൈക്കിന് മുൻവശത്താണ് എന്നാണ് മണവാളം പറയുന്നത്. തെളിവായി ബൈക്കിന്റെ കേടുപാടുകളെ കുറിച്ച് FIR-ൽ എഴുതിയ ഭാഗവും ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതിന്റെ ഒരു ഫോട്ടോയും മണവാളം കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. എന്താ വെച്ചാല് ബാക്കിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ പോലീസ് കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. പോലീസ് പരിശോധിച്ചിട്ട് ഇതിൽ എന്താണ് വണ്ടിക്ക് പരിക്ക് പറ്റിയതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനതൊന്ന് വായിച്ചു തരാം. ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. KL 75 B 1079 നമ്പർ എന്ന ഹോണ്ട യൂണിക്കോൺ മോട്ടോർ സൈക്കിളിൻ്റെ പൊട്ടിയ ഹെഡ്ലൈറ്റും, അതായത് വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ ഹെഡ്ലൈറ്റിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, നോട്ട് ദ പോയിന്റ്. പിന്നെ വൈസറിൻ്റെ ഭാഗങ്ങൾ ഈ കേസിൻ്റെ തെളിവിലേക്കായിട്ട് ബന്ധവസിലെടുത്തു. അതായത് എന്ന് വെച്ചാൽ അവർ തെളിവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ വൈസർ പൊട്ടിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പരിക്കണമെന്ന് നോക്കി നോക്കാം. പരിശോധിച്ചിൽ പിൻവശം നമ്പർ പ്ലേറ്റും പിന്നെ വലത് വശം സൈലൻസർ, ബ്രേക്ക് ലിവർ, പെട്രോൾ ടാങ്ക്, ഹാൻഡിൽ എന്നിവ ഒരഞ്ഞ നിലയിലും. വണ്ടി പിന്നെ വൈദ്യുതി വീഴുമ്പോൾ വണ്ടി ഒരഞ്ഞ പാടുകൾ ഉണ്ടാവും.
അപ്പോൾ ഇവർ കൊടുത്തിട്ട് പിന്നീട് ഒന്ന് ഇടിച്ചതാണ്. പിന്നിൽ എവിടെ അപ്പോൾ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, GD എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു ഫോട്ടോയാണ് ഇതായി കാണുന്നത്. ഞാൻ രാത്രി അവിടെ വണ്ടി എടുക്കേണ്ടത്, രാത്രി പോയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഇങ്ങനെ പുലിവാല എന്ന സംബന്ധിച്ച് GD എൻട്രി വേണ്ടി എടുത്ത ഫോട്ടോയാണ്. ഇത്രയും വലിയൊരു വണ്ടി, അതൊരു XC700 എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി വെഹിക്കിളാണ്. ഒരു ഉള്ളിത്തോട് പോലത്തെ ഒരു യൂണിക്കോൺ വണ്ടി ബാക്കിൽ ഇടിച്ചിട്ട് അതിൻ്റെ ഫൈബർ പാർട്സ്, അതായത് മറ്റേ അത് ആ ബാക്കിലെ മഡ് ഗാർഡുമല്ലോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ടെയിൽ ലാമ്പ് ഇല്ലേ, ആ ടെയിൽ ലാമ്പ് അതൊന്നും ഒരു പോറലോ പൊട്ടലോ ചിന്നലോ പോലും വന്നിട്ടില്ല. ഇത്രയും വലിയ വണ്ടി ഇടിച്ചാൽ എന്താ സംഭവിക്കുന്നത് ഏകദേശം കോമൺ സെൻസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തന്റെ ഭാഗം കഴിയുന്ന പോലെ മണവാളൻ ന്യായീകരിക്കുന്നുണ്ട്, തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. കുറച്ച് തെളിവുകൾ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. ഇനി ബാക്കി തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. മണവാളൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം, പക്ഷെ അത് പോലീസിനെയും കോടതിയെയും കൂടി ബോധിപ്പിക്കാൻ കഴിയണം. അവരന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നും കൂടി തെളിയണം, എന്നാലേ കാര്യമുള്ളൂ. എന്തായാലും മണവാളൻ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ മണവാളൻ ഈ കേസിൽ നിന്നും സിമ്പിൾ ആയി ഊരി പോകാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ കേസിൽ നിന്നും ഇനി കോടതിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നും ഈ അടുത്തൊന്നും പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതിന്റെ കത്തിക്കലൊക്കെ തീർന്ന മട്ടാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്താണ് ഇതുവരെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.